അന്നും ചേച്ചിനെ കാണാൻ ഇതേ സൗന്ദര്യം ഉണ്ടായിരുന്നു, ഇന്നും അതേപോലെ തന്നെ സൗന്ദര്യമുണ്ട്. എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? സൗന്ദര്യത്തിന്റെയോ? എനിക്ക് അത്ര വലിയ സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിത് വേണമായിരുന്നു. ചേച്ചിയാണെങ്കിൽ മുമ്പ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളെക്കാൾ അതായത് കുറച്ച് താന്ന് നിൽക്കണം. മനസ്സിലായി. എപ്പോഴും ആണുങ്ങൾ ഹെഡ് ചെയ്ത് കൂടുതൽ സംസാരിക്കാനും പെരുമാറാനും നോക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തില് അതിന് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കഷ്ടം, നാണമില്ലടോ. ചേച്ചി ഇപ്പോഴും ശിലായുഗത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ശിലായുഗം അല്ല മോനെ ഇത്. ഞാൻ നാളെ ഒരു കല്യാണം കഴിക്കുമ്പോൾ എന്നേക്കാൾ താന്ന് നിൽക്കേണ്ടുന്നവളാണ് എന്റെ ഭാര്യ എന്ന് പറയുന്നത് അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാകുന്നില്ല. എന്താണോ ഇതൊക്കെ? എന്താണാവോ? നിനക്ക് ഭാര്യയെ പിടിച്ച് നിന്റെ തലയുടെ മുകളിൽ കയറ്റി വയ്ക്കുവോ താഴ്ത്തി വയ്ക്കുമോ എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്ത് സാധനം? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആണുങ്ങളെ 2 അടിക്കണമെന്ന് ഞാൻ പറഞ്ഞ സംഭവമുണ്ട്. തന്റെ മകന്റെ അടുത്തും പറയും, മോനെ എടാ ആണുങ്ങളായ 2 അടിക്കണം, നീ പോയി 2 അടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയൂ. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല, കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. നീ ഇതിട്ട് തോണ്ടി എന്നെ ഇളക്കാൻ നോക്കണ്ട, ഇളകത്തില്ല. പുല്ലിമട്ടയിലാണല്ലോ വന്ന് പെട്ടത്. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിന്നോട് ഞാൻ എതിർക്കാൻ പറഞ്ഞ നീ എന്നെ വരട്ടെയാണോ? അല്ല, ചേച്ചി പറഞ്ഞൊരു ആശയത്തിന്റെ എക്സ്പാൻഡഡ് വേർഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ. എന്ത് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ട്? നിങ്ങൾ ആ ക്യാമറയ്ക്ക് എടുത്ത് മാറ്റി ഈ മാതിരി എന്റെ വായല് എന്നെ പേടിപ്പിച്ചു.